റയൽ മാഡ്രിഡ് പുതിയ കോച്ചായിട്ടുള്ള അർബെലോവ ഒരു കാര്യം വ്യക്തമാക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് ഇനിയും 2 പ്രധാന കിരീടങ്ങൾക്കായി മത്സരിക്കാനുണ്ട്, ചാമ്പ്യൻസ് ലീഗും ലാ ലീഗയും എന്നാണ് അർബെലോവ വ്യക്തമാക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മറുപടി താഴെ കമൻ്റായിട്ട് അറിയിക്കുക. ഞാനിത് പറയുമ്പോൾ, ഞാൻ റയൽ മാഡ്രിഡിൻ്റെ പുതിയ കോച്ച് പറയുമ്പോൾ കുറേ ആൾക്കാർക്ക് കുറേ നെഗറ്റീവ് കാര്യങ്ങളുണ്ടാകും. അത് നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുന്നേയായിട്ട് നമുക്ക് ഈ പുതിയ കോച്ചിനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. നമുക്ക് എല്ലാവർക്കും അറിയാം, റയൽ മാഡ്രിഡിൻ്റെ കഴിഞ്ഞ എന്താ പറയുക ആദ്യ കോച്ചായിട്ടുണ്ടായിരുന്ന ആളായിരുന്നു. കാരണം ഇതുവരെ മത്സരിച്ച ഒരു കോച്ചായിട്ടുള്ള ആളായിരുന്നു സാബി അലൻസോ എന്ന് പറയുന്നത്. നമുക്കറിയാം, ബാഴ്സലോണയും റയൽ മാഡ്രിഡും തമ്മിലുള്ള ഒരു സൂപ്പർ കപ്പ് മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ കാര്യങ്ങൾ, നാടകീയമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അതൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇതപ്പണം കേട്ടോ. അപ്പോൾ ആ മത്സരത്തിൽ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മത്സരത്തിൽ എന്താ പറയുക, റയൽ മാഡ്രിഡ് ബാഴ്സലോണയുമായിട്ട് തോറ്റിട്ടുണ്ടായിരുന്നു. ബാഴ്സലോണ അതിൽ കപ്പെടുത്തിട്ടുണ്ടായിരുന്നു. ബാഴ്സലോണയിൽ വിന്നറായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്, സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്, റയൽ മാഡ്രിഡിൻ്റെ കോച്ചായിട്ടുള്ള സാബി അലൻസോ ടീമിൽ നിന്ന് പുറത്തായി. സാബി അലൻസോയെ റയൽ മാഡ്രിഡ് പുറത്താക്കുന്നൊരു അവസരവും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ഇത് പെട്ടെങ്കിലും പിന്നെ അത് മനസ്സിലായത് റയൽ മാഡ്രിഡ് തന്നെ അത് കൺഫേം ചെയ്ത സ്ഥിതിക്ക് അത് വിശ്വസിച്ചേ പറ്റൂ. അപ്പോൾ അതിനുശേഷം ഒരു പുതിയ കോച്ചിനെ അവർ നിയമിക്കുകയാണ്. ആ കോച്ചാണ് അർബെലോവ എന്ന് പറയുന്നത്. അതായത് സാബിക്ക് ശേഷം അവർ അപ്പോൾ തന്നെ ഒരു പുതിയൊരു കോച്ചിനെ നിയമിക്കുകയാണ്. ആ കോച്ചാണ് അർബെലോവ. അങ്ങനെ അർബെലോവ എന്താ പറയുക കോച്ചായി മത്സരിക്കുന്ന ആദ്യ മത്സരം വരികയാണ്. എനിക്ക് തോന്നുന്നു ചെറിയ എന്താ പറയുക ഡിവിഷനിൽ കളിക്കുന്ന ഒരു ക്ലബ്ബുമായി ഒരു മത്സരം വരികയും കഴിഞ്ഞ അടുത്തൊരു മത്സരം വന്നിട്ടുണ്ടായിരുന്നു. ആ മത്സരത്തിൽ റയൽ മാഡ്രിഡ് ആ ടീമിനൊപ്പവും തോറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക കുറേ എന്താ പറയുക ബാഴ്സ ഫാൻസും എല്ലാ ടീമും ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു, കോച്ചിനെ മാറ്റിയിട്ടൊന്നും കാര്യമില്ല, ഇനിയിപ്പോൾ ആരൊക്കെ വന്നാലും അർബെലോവല്ല ആരൊക്കെ വന്നാലും ഒരു കാര്യമില്ല, റയലിനെ കൊണ്ടൊന്നും എവിടെ എത്താൻ പോണില്ല, റയലിന് എന്താ പറയുക റയലിന് വന്ന റയലിനൊന്നും എവിടെ എത്താൻ പോണില്ല എന്നൊക്കെ പറയുന്നവരിലോട് ഞാനൊരു കാര്യം പറയാണ്. പുതിയ കോച്ചാണ്, അർബെലോവയാണ് പുതിയ കോച്ചാണ്. അദ്ദേഹത്തിനും സമയം കൊടുക്കുക. നമ്മൾ സാബിക്ക് കൊടുത്ത പോലെ തന്നെ അദ്ദേഹത്തിനും സമയം കൊടുക്കുക. ഒരു കോച്ചിന് ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ എന്താ പറയുക എല്ലാവരും ഇത് പറയുന്നില്ല, പക്ഷെ ഞാൻ ഒരു കാര്യം പറയുകയാണ്. നിങ്ങളെ അവസ്ഥ ഒന്ന് എടുക്കുക. ഇപ്പോൾ നിങ്ങൾ തന്നെ ഒരു എക്സാമ്പിൾ ആക്കി എടുത്തിട്ടില്ലേ, നിങ്ങളൊരു കമ്പനി കയറുകയാണ്. ഒരു കമ്പനി കയറിയിട്ട് ആ കമ്പനി നിങ്ങൾ കയറുമ്പോൾ ഫുള്ള് ഡൗണാണ്. അതായത് ഫുള്ള് ലോസാണ് ആ കമ്പനിക്ക്. എന്തെടുത്താലും ഫുള്ള് ലോസ് അയക്കുന്നൊരു കമ്പനിയിൽ നിങ്ങൾ കയറിയാലും ലോസ് തന്നെയാണ്. നിങ്ങൾ കയറിയാലും ആ കമ്പനി ലോസാണ്. പിന്നെ എങ്ങനെ ആ കമ്പനിക്ക് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരും എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ടാക്ടിക്സ്, നിങ്ങളുടെ സ്കിൽസ്, അതായത് നിങ്ങൾ എങ്ങനെയാണോ ആ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ചായിട്ടായിരിക്കും അത് ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഞാനിവിടെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമുക്കറിയാം പുതിയ പരിശീലകനാണ്, അദ്ദേഹത്തിൻ്റെ ആദ്യ മത്സരം കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം ടീമിനുമായി ഇണങ്ങിച്ചേരാൻ ടൈം ആവുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് ചുരുങ്ങിയത് 1 മാസമെങ്കിലും ടൈം കൊടുക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ടെക്നിക്കും അദ്ദേഹത്തിനായിട്ടുള്ള ഓരോ ഇതൊക്കെ വരുന്നതാണ്. അദ്ദേഹത്തിന് ടൈം കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ആരും അദ്ദേഹത്തെ പോയി കളിയാക്കല്ലേ, ട്രോളല്ലേ എനിക്കാണ്, അതുകൊണ്ടാണ് പറയാനുള്ളത്. അപ്പോൾ ഞാൻ എസ്പെഷ്യലി ഒരു മെസ്സി ആരാധകനായതുകൊണ്ട് തന്നെ മെസ്സിയുടെ തറവാടായിട്ടുള്ള ബാഴ്സലോണക്കാരല്ല എൻ്റെ ഇഷ്ട ക്ലബ്ബ്. ഞാൻ ബാഴ്സയുടെ ഒരു ആരാധകനായിട്ട് പോലും ഞാൻ ഇത് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ എന്താ പറയുക, പ്രത്യേകിച്ച് ഒരു കോച്ചിൻ്റെ ഒരു ഇത് നിൽക്കുമ്പോൾ അദ്ദേഹം വന്ന് കയറിയിട്ടുള്ളൂ, അദ്ദേഹത്തിന് ടൈം കൊടുക്കുക, അദ്ദേഹത്തിനായിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങളുടെ മറുപടി താഴെ കമൻ്റായിട്ട് അറിയിക്കുക. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.